കോട്ടയം സ്വദേശികളായ നവീൻ, ഭാര്യ ദേവി, ദേവിയുടെ സുഹൃത്ത് ആര്യ എന്നിവരുടെ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ വിശദമായി പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചു. വ്യാജ അക്കൗണ്ടിൽ ഇവരെ ബ്ലാക്ക് മാജിക്കിനായി സ്വാധീനിച്ചിട്ടുണ്ടോ എന്നാണ് സംശയം. മരണാനന്തര ജീവിതത്തിൽ 3 പേരും വിശ്വസിച്ചിരുന്നതായും പോലീസ് സംശയിക്കുന്നുണ്ട്. മരിക്കാൻ അരുണാചൽ എന്തുകൊണ്ട് തെരഞ്ഞെടുത്തുവെന്നും പോലീസ് അന്വേഷിക്കും. കൂടുതൽ അന്വേഷണത്തിനായി ഇറ്റാനഗറിലേക്ക് വട്ടിയൂർക്കാവ് പോലീസും ബന്ധുക്കൾക്കൊപ്പം പോകും. ദമ്പതിമാരുടെയും സുഹൃത്തിന്റെയും മരണകാരണം ബ്ലാക്ക് മാജിക് ആണോ എന്ന് ഇപ്പോൾ ഉറപ്പിച്ചു പറയാനായിട്ടില്ലെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ എച്ച് നാഗരാജു പറഞ്ഞു. എന്നാൽ മരണം അസ്വാഭാവികമായാണ് തോന്നുന്നത്. ആത്മഹത്യയെന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനമെന്ന് കമ്മീഷണർ പറഞ്ഞു. മരിക്കാൻ എന്തുകൊണ്ട് അരുണാചൽ തെരഞ്ഞെടുത്തുവെന്ന് അന്വേഷിക്കുമെന്ന്, മൊബൈൽ ഫോൺ അടക്കം വിശദമായി പരിശോധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മരണാനന്തര ജീവിതത്തെക്കുറിച്ചെല്ലാം 3 പേരും ഇന്റർനെറ്റിൽ തിരഞ്ഞതിന്റെ വിശദാംശങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അരുണാചൽ പോലീസ് പറയുന്നത് സംഭവത്തിൽ 3 തമ്മിൽ മൽപിടുത്തമുണ്ടായ ലക്ഷണങ്ങളില്ലെന്ന് തന്നെയാണ്. അതേസമയം തിങ്കളാഴ്ച ഹോട്ടൽ മുറിക്ക് പുറത്ത് ഇവരെ കണ്ടിരുന്നില്ല. നവീന്റെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ പകർപ്പാണ് മുറിയെടുക്കുന്നതിനായി ഹോട്ടലിൽ ഇവർ നൽകിയത്. ഹോട്ടലുകാരും ഇവരെ തിങ്കളാഴ്ച കണ്ടിട്ടില്ല. മൃതദേഹങ്ങൾക്കരികെ ബ്ലേഡും മദ്യക്കുപ്പികളും ഉണ്ടായിരുന്നു. ബ്ലേഡ് ഞരമ്പ് മുറിക്കാൻ ഉപയോഗിച്ചതാകാമെന്നാണ് നിഗമനം. ഫോറൻസിക് ഉദ്യോഗസ്ഥരെത്തി പരിശോധിച്ചാലേ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകൂ. ദമ്പതിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ മുറിയിൽ നിന്ന് ആത്മഹത്യക്കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട്. ഒരു കടവുമില്ല, ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എന്നാണ് കുറിപ്പിലുണ്ടായിരുന്നത്. ഞങ്ങൾ എവിടെയാണോ അങ്ങോട്ട് പോകുന്നു എന്നെഴുതി 3 കുറിപ്പിൽ ഒപ്പിട്ടിരുന്നതായാണ് പോലീസ് പറയുന്നത്. ബന്ധുക്കൾ പറയുന്നത് 3 പേരും ബ്ലാക്ക് മാജിക് വലയിൽ വീണുപോയതായി സംശയിക്കുന്നെന്നാണ്. മരിച്ച ദമ്പതികൾ ബ്ലാക്ക് മാജിക്കിന്റെ കെണിയിൽ വീണുപോയി എന്ന് സംശയിക്കുന്നതായി സൂര്യ കൃഷ്ണമൂർത്തി പ്രതികരിച്ചിരുന്നു. മരിച്ച ദേവിയുടെ ബന്ധുവാണ് സൂര്യ കൃഷ്ണമൂർത്തി. പുനർജനി എന്ന ഗ്രൂപ്പിൽ അംഗങ്ങളായിരുന്നു ഇവർ. മരണാനന്തര ജീവിതത്തിലായിരുന്നു വിശ്വാസം. തിരുവനന്തപുരം പേരൂർക്കട വട്ടിയൂർക്കാവ് റോഡിലെ മേലയാണ് ആര്യ ബി നായരുടെ വീട്. മെയ് 6-ന് മറൈൻ എഞ്ചിനീയറുമായി വിവാഹം നിശ്ചയിച്ചിരുന്നതാണ്. ഇതിനിടയിലാണ് ഇടവക്കോട്ടെ ചെമ്പക സ്കൂളിൽ പോയ ആര്യയെ കാണാതായത്. രാവിലെ 7 മണിക്ക് സ്കൂളിലേക്ക് പോയ അധ്യാപിക രാത്രിയും തിരിച്ചു വന്നില്ല. ഇതോടെ അച്ഛൻ പരാതിയുമായി വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെത്തി. പിന്നാലെ ആര്യയുടെ സുഹൃത്തുക്കളായ നവീനും ദേവിയും കാണാതായ കാര്യം അറിഞ്ഞു. അരുണാചലിലേക്ക് വിമാനത്തിൽ പോയെന്ന സൂചന പോലീസിന് കിട്ടി. ഇതിനിടയിലാണ് മരണവാർത്ത എത്തിയത്. മരിച്ച 2 പേരും ബ്ലാക്ക് മാജിക്കിന്റെ കെണിയിൽ വീണുപോയി എന്നുള്ളതാണ്. മരിച്ച 3 പേരും മികച്ച വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവരാണ്. മരിച്ച ഒരു കുട്ടിയുടെ കല്യാണം അടുത്ത മാസം നടക്കേണ്ടതാണ്. ഇത്രയും എഡ്യൂക്കേറ്റഡായ മനുഷ്യർ ബ്ലാക്ക് മാജിക്കിന്റെ കെണിയിൽ വീണു എന്നുള്ളത് വളരെ സീരിയസ് ആയി കാണേണ്ട വിഷയമാണ്. ഇനിയൊരാൾക്ക് കൂടി ഇങ്ങനെയൊരു അനുഭവം വരാതിരിക്കാനുള്ള ബോധവൽക്കരണം ഈ സംഭവത്തിലൂടെ ഉണ്ടാകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. സൂര്യ കൃഷ്ണമൂർത്തി വിശദീകരിച്ചത് ഇങ്ങനെയാണ്. മാർച്ച് 17-നാണ് കോട്ടയത്തെ വീട്ടിൽ നിന്ന് പോയതെന്ന് നാട്ടുകാർ പറയുന്നു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആരോടും പറഞ്ഞിരുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. മന്ത്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സംഘടനയിൽ ഇരുവരും അംഗങ്ങളായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. 13 വർഷമായി ഇരുവരും വിവാഹിതരായിട്ട്. തിരുവനന്തപുരത്താണ് സ്ഥിരതാമസം. 2 പേരും ആയുർവേദ ഡോക്ടർമാരായിരുന്നു. തിരുവനന്തപുരത്ത് ക്ലിനിക്കൊക്കെയായി ജോലി നോക്കുകയായിരുന്നു. കുറച്ചു നാളായി ജോലിയൊന്നും ഇല്ലാതെ ഇരുവരും ഇവിടെ വീട്ടിൽ വന്ന് നിൽക്കുകയായിരുന്നു. നവീന്റെ മാതാവും പിതാവും തിരുവനന്തപുരത്ത് ജോലി ചെയ്തതിനാൽ ചെറുപ്പം മുതൽ നവീനും തിരുവനന്തപുരത്തായിരുന്നു. അവിടെ ആയുർവേദ കോളേജിലാണ് നവീൻ പഠിച്ചത്. അവിടെ വച്ചാണ് ദേവിയുമായി പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തത്.